ശ്രുതിയെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയിച്ചതിന് ആന്റണി നവീന് നന്ദി പറയുകയും പണത്തിന്റെ ഷെയർ കൊടുത്ത് നവീനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് തന്നെ പണിയായിട്ട് വരികയാണല്ലോ എന്നും പണം കാണാത്തതിന്റെ പേരിൽ ആന്റി പരാതി കൊടുത്താൽ ഞാൻ പിടിക്കപ്പെടുമോ എന്നോർത്ത് ശ്രുതി ടെൻഷൻ അടിക്കുന്നു. തുടർന്ന് ശ്രുതിയുടെ മാറ്റം കാണുന്ന ശ്രുതി കാര്യം തിരക്കുകയും ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് ഭാമാന്റിയുടെ വീട്ടിൽ ഭാമയും ചന്ദ്രമതിയും ഒരു കച്ചവടക്കാരിയുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങാനായി നോക്കുന്നു. ഇതേസമയം ഭാമാന്റി പറഞ്ഞതനുസരിച്ച് പൂജയ്ക്കുള്ള പൂക്കളുമായി രേവതി അവിടെ എത്തുന്നു. തുടർന്ന് ചന്ദ്രമതി പറഞ്ഞതനുസരിച്ച് രേവതി കിടക്കുന്ന തുണികളെല്ലാം എടുത്ത് മുറിയിൽ കൊണ്ടുവച്ച ശേഷം അവിടെ നിന്നും പോകുന്നു. ശേഷം 3 സാരി എടുക്കുന്ന ചന്ദ്രമതി ഇവിടെ ഇരിക്കുന്ന എൻ്റെ കാശിൽ നിന്ന് 3000 രൂപ എടുത്തുകൊണ്ട് വരാൻ ഭാമാന്റിയോട് പറയുന്നു. തുടർന്ന് പണം എടുക്കാൻ വരുന്ന ഭാമാന്റി പണം കാണാതായ വിവരം ചന്ദ്രമതിനെ അറിയിക്കുന്നു. അതറിഞ്ഞ് ചന്ദ്രമതി ആകെ തകർന്നു പോവുകയും കച്ചവടക്കാരി അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ശേഷം ചന്ദ്രമതി അലമാരി മുഴുവനും തപ്പിയെങ്കിലും പണം കിട്ടാതെ വരുന്നതോടെ ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുകയും രേവതി തന്നെയാണ് പണം എടുത്തതെന്നും പറയുന്നു. ഇത് കേട്ട് ഭാമാന്റിക്ക് ദേഷ്യം വരികയും രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും പറയുന്നു. ശേഷം ഞാനിത് വെറുതെ വിടില്ലെന്നും രേവതിയുടെ കയ്യിൽ നിന്ന് ഞാൻ പണം തിരികെ വാങ്ങുമെന്നും പറഞ്ഞ് ചന്ദ്രമതി വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന ചന്ദ്രമതി ഭാമാന്റിക്ക് മിസ് കോൾ അടിക്കുമ്പോൾ ഭാമാന്റി ചന്ദ്രമതിയെ തിരികെ വിളിക്കുന്നു. തുടർന്ന് ഷെൽഫിൽ വെച്ച് 2 ലക്ഷം രൂപ കാണാനില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അവിടെ എത്തുന്ന ശ്രുതി അത് കേട്ട് ഞെട്ടിപ്പോകുന്നു. ശേഷം രേവതി അവിടെ പൂ തരാൻ വന്നിരുന്നുവെന്നും അവൾ ടെറസിൽ നിന്നും തുണിയെടുത്ത് മുറിയിൽ കൊണ്ട് വെച്ചിരുന്നുവെന്നും അതുകൊണ്ട് രേവതിയുടെ ഭാമാന്റിക്ക് സംശയമുണ്ടെന്നുമുള്ള രീതിയിൽ ചന്ദ്രമതി സംസാരിക്കുന്നത് കേട്ട് ദേഷ്യം വരുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.